നമസ്കാരം. ചലച്ചിത്ര നടി ഉർവശി ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ തന്നെ അപൂർവതയാണെന്ന് നിരൂപകയും പരിഭാഷകയുമായ ശാരദകുട്ടി അടുത്തിടെ പുറത്തിറങ്ങിയ ജെ ബേബി എന്ന തമിഴ് ചിത്രം കണ്ടതിന്റെ അനുഭവം പങ്കുവച്ചിരിക്കുകയായിരുന്നു ശാരദകുട്ടി. മലയാളത്തിൽ ഉർവശി അഭിനയിച്ച കഥാപാത്രങ്ങളെല്ലാം മലയാളി സ്ത്രീകളുടെ തുറന്ന ആവിഷ്കാരമാണെന്നും ശാരദകുട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം: ഇന്നലെയാണ് എവർഗ്രീൻ ഉർവശി മുഖ്യ കഥാപാത്രമായി വരുന്ന ജെ ബേബി എന്ന തമിഴ് സിനിമ പ്രൈം വീഡിയോയിൽ കണ്ടത്. കാണാത്തവർ കാണുക എന്നല്ലാതെ കൂടുതലായി എന്ത് പറയാൻ. ഉർവശി പല കാലങ്ങളിലായി അഭിനയിച്ച കഥാപാത്രങ്ങളിലാകണം ഓരോ മലയാളി സ്ത്രീയും ഏറ്റവും കൂടുതൽ അവരവരെ തന്നെ കണ്ടത്. തലേണ മന്ത്രത്തിലെ കാഞ്ചനയും, പൊന്മുട്ടയിടുന്ന താറാവിലെ സ്നേഹലതയും, മഴവിൽക്കാവടിയിലെ ആനന്ദവല്ലിയും, മിഥുനത്തിലെ സുലോചനയും പലപ്പോഴായി എന്റെ ആന്തരിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് കണ്ട് ഞാൻ ലജ്ജിക്കുകയും പരിഭ്രമിക്കുകയും ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. തിയേറ്ററിലെ കൂട്ടച്ചിരികൾ എന്റെ കള്ളത്തരങ്ങൾ പിടിക്കപ്പെട്ടതിന്റെ പ്രതികരണങ്ങളായി തോന്നിയിട്ടുണ്ട്. വിശ്വാസങ്ങളെയും വിരുദ്ധതകളെയും നേരിടാൻ കരുത്തുള്ള എത്രയെത്ര കഥാപാത്രങ്ങളിലൂടെ മാറി മാറി സഞ്ചരിച്ച ഈ അഭിനേത്രി ഇന്ത്യൻ സിനിമയിലെ മറ്റേത് അഭിനേതാവിനും മേലെയാണെന്ന് അവർക്കൊപ്പം അഭിനയിച്ച കമലഹാസൻ ഉൾപ്പെടെയുള്ളവർ പലപ്പോഴായി പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ താൻ ഒരു പ്രത്യേക നായകന്റെയും നടിയല്ല എന്ന് തന്റേടത്തോടെ പറയാറുണ്ട് ഉർവശി. കുസൃതിയോടെയുള്ള ഒരു ചെറിയ തലയാട്ടലും കണ്ണിറുക്കലും പോലും അർദ്ധകം ഭീകരമാക്കി കളയും അവർ. ഭരതം, സ്ഫടികം തുടങ്ങിയ നായക കേന്ദ്രീത ചിത്രങ്ങളെ പോലും സൂക്ഷ്മമായ ഭാവന വിന്യാസങ്ങളിലൂടെ അവർ തന്റേതാക്കി മാറ്റി. ശരാശരി ചിത്രങ്ങളെ പോലും ഉർവശിയുടെ മികച്ച പ്രകടനം കമ്പോളത്തിൽ രക്ഷപ്പെടുത്തി. ഒപ്പം പറയാവുന്ന മറ്റൊരാൾ ഉണ്ടെങ്കിൽ അത് KPSC ലളിത മാത്രമായിരിക്കും. കഴകത്തിലെയും നാരായണത്തിലെയും വേഷങ്ങൾ എത്ര സൂക്ഷ്മ ഗൗരവത്തിലാണ് അവർ കൈകാര്യം ചെയ്തത്. ഇവർ വെള്ളിത്തിരയിൽ വന്നപ്പോഴൊക്കെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അടയാളപ്പെടുത്തി. ഇവരുടെ വർദ്ധിച്ച വോട്ടളവിൽ മറ്റു കഥാപാത്രങ്ങളെയോ സംവിധായകരെയോ പോലും ചിലപ്പോൾ നാം കാണാതെ പോയി. വെള്ളിത്തിരയിൽ അവർ ഒരു നിമിഷം പോലും വിരസത പകർന്നില്ല. മറ്റാര് ചുറ്റിനു നിന്ന് അഭിനയിക്കുമ്പോഴും ഉർവശി എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ നോക്കിയിരിക്കും. അവരവിടെ തന്റെ നിൽപ്പ് സാർത്ഥകമാക്കുന്നുണ്ടായിരിക്കും. അതിനൊരു ചന്തമുണ്ടാകും. തനിക്കൊപ്പം തിളങ്ങി നിന്ന താരശരീരങ്ങളെക്കാൾ താരതമ്യേന ചെറുപ്പമായ 54-ാം വയസ്സിലാണ് അതേക്കാൾ വളരെ പ്രായമുള്ള ജെ ബേബിയെ ഉർവശി അവതരിപ്പിക്കുന്നത്. മുഖപേശികൾക്കോ ഉടലിലോ പ്ലാസ്റ്റിക് സർജറി ചെയ്യാത്തതിനാലാകും എന്തൊരു വഴക്കമാണ് ഭാവങ്ങൾക്കും ചലനങ്ങൾക്കും. അമിതമാകുന്നില്ല ഒരു ചലനവും. കൈവീശിയുള്ള ചടുലമായ നടപ്പിലും കണ്ണിലും മിന്നിമറിയുകയാണ് പഴയ കുസൃതി. ദയനീയവും ക്രോധവും നിസ്സഹായതയും ഒരേപോലെ സബ്റ്റിലായി അവർ അവതരിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഒരുമിച്ച് പാർക്കുന്ന ഇതുപോലൊരു ശരീരം വേറെ ഉണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ജെ ബേബി ഒരു യഥാർത്ഥ കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ്. കണ്ണ് നിറയുമ്പോൾ തന്നെ ജെ ബേബി ചിരിപ്പിച്ചു. കാണാത്തവർ കാണുക. ഉർവശി ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ദിവസത്തിനായി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും. ഈയിടെ കണ്ടപ്പോഴും ഉർവശിയുടെ ഭാവപകർച്ചകൾ അത്ഭുതപ്പെടുത്തി. തീർച്ചയായും ഉർവശി ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിലെ തന്നെ അപൂർവതയാണ്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.